ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മൈദയൊന്നും യൂസ് ചെയ്യാതെ വളരെ രുചികരമായിട്ടും വളരെ എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്കാണ്. ഒരു തവണ നിങ്ങൾ ഇതുപോലൊരു കേക്ക് തയ്യാറാക്കി നോക്കൂ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്താണെന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബൗളിലേക്ക് നല്ല തിളച്ച വെള്ളം എടുക്കാം. നല്ലതുപോലെ ചൂടായിട്ടുള്ള തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിന് മുകളിലേക്ക് നമുക്ക് മറ്റൊരു ബൗളിൽ നിന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ബൗളിലേക്ക് പിന്നെ ചേർക്കേണ്ടത് 200 ഗ്രാം അളവിൽ ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ മിൽക്ക് ചോക്ലേറ്റ് ചേർക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ചോക്ലേറ്റ് എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഡയറക്റ്റായിട്ട് നമ്മൾ അടുപ്പിലേക്ക് വെക്കരുത്, പകരം ഇതുപോലെ തന്നെ ഡബിൾ ബോയിലിംഗ് ചെയ്ത് വേണം എടുക്കാനായിട്ട്. ഒന്നുകിൽ ഇതുപോലെ തിളച്ച വെള്ളത്തിന് മുകളിലേക്ക് നമുക്ക് ബൗൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പിൽ തന്നെ വെച്ചിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു ബൗൾ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഒരല്പസമയം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടണം കേട്ടോ. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നല്ലതുപോലെ മെൽറ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ചോക്ലേറ്റിലേക്ക് ഉടൻ തന്നെ നമുക്ക് മുട്ടയുടെ 4 മഞ്ഞ ചേർത്ത് കൊടുക്കാം. ആദ്യം 2 മഞ്ഞ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് ഇട്ടിങ്ങനെ ബീറ്റ് ചെയ്യുന്നത് പോലെ ചെയ്യരുത്, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതിയാവും. വീണ്ടും ഉടൻ തന്നെ അടുത്ത 2 മുട്ടയുടെ മഞ്ഞയും കൂടി ചേർക്കാവുന്നതാണ്. ആകെ നമുക്ക് ഇതിലേക്ക് 4 വലിയ മുട്ടകളാണ് കേട്ടോ വേണ്ടത്. അത്യാവശ്യം വലിയ മുട്ട വേണം, കാരണം വെള്ളം നമുക്ക് പിന്നീട് ബീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. തീരെ ചെറിയ മുട്ടയാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ 6 മുട്ട വരെ എടുക്കാം നമുക്ക്. പക്ഷെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 4 മുട്ടയുടെ മഞ്ഞ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മുട്ടയുടെ മഞ്ഞയെല്ലാം ചേർത്ത് നല്ല രീതിക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് മറ്റൊരു ബൗളിലേക്ക് 4 മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം കേട്ടോ എടുക്കാനായിട്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ആയതിനു ശേഷം വേണം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ഞാൻ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമയം ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വീണ്ടും ഒരു 2-3 മിനിറ്റും കൂടി നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് നല്ലതുപോലെ തന്നെ ഈ ഒരു രീതിക്ക് ഒന്ന് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ ചോക്ലേറ്റ് മിക്സിലേക്ക് ഇതിൽ നിന്നും കുറച്ചായിട്ട് മാത്രം, ഒരേ സമയം എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കരുത്, ഓരോ സ്പൂണായിട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരേ ഒരു സൈഡിലേക്ക് മാത്രമേ ഫോൾഡ് ചെയ്യാൻ പാടുള്ളൂ. ഒന്നുകിൽ ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കറക്കി കൊടുത്താലും മതി, അല്ലാന്നുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്തും കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് വേഗം തന്നെ സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വേഗം തന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ തയ്യാറാക്കി എടുക്കുന്നത് ഓവനിലാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് മുൻപ് ഞാൻ ഒരുപാട് കേക്ക് റെസിപ്പീസ് സ്റ്റൗ ടോപ്പിലും കുക്കറിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ മെത്തേഡിൽ തന്നെ നമുക്ക് ഇതും ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണ് നമ്മളിത് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് വേണം ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. നമ്മുടെ ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 35 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അത് നല്ല കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിരിക്കണം കേട്ടോ. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം, ഫ്ലെയിം നന്നായിട്ട് ഇരുന്ന് കുറച്ച് വെക്കണം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. അതിൻ്റെ പേരിൽ നല്ല കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരണം. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിൽക്ക് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ചേർക്കാം, ഡാർക്ക് ചോക്ലേറ്റാണ് ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ചോക്ലേറ്റും ചേർത്തിട്ട് വീണ്ടും ലൈറ്റായിട്ട് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നത് വരെ മാത്രം ഒന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ മെൽറ്റായി കിട്ടിയ ചോക്ലേറ്റ് നമ്മുടെ കേക്ക് ടിന്നിലേക്ക് നേരെ തന്നെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് വേഗം തന്നെ ഒന്ന് 1 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഫ്രീസറിൽ തന്നെ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് 1 മണിക്കൂർ ഒന്ന് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ചെറിയതായിട്ടൊന്ന് വരഞ്ഞുകൂടി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ക്ലിങ് പേപ്പർ ഇതിന് മുകളിലേക്ക് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കട്ടർ കൊണ്ട് ലൈറ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഒന്ന് നമുക്ക് വരഞ്ഞു കൊടുക്കാവുന്നതാണ്. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ രീതിയിൽ ഇതുപോലെ സ്ക്വയർ ആയിട്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്.
ഈ ഒരു രീതിക്കുള്ള ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിന് മുകളിലേക്ക് നമുക്ക് ഒരല്പം കൊക്കോ പൗഡറും കൂടി ഒന്ന് വിതറി കൊടുത്തിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് സെർവ് ചെയ്യാവുന്നതാണ്. ഒരു കേക്കിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഡെസേർട്ട് നമുക്ക് കിട്ടുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഉറപ്പായിട്ടും അടുത്ത പ്രാവശ്യം എന്തെങ്കിലുമൊക്കെ സ്വീറ്റ് തയ്യാറാക്കണം തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.